നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഭഗവാൻ നാരായണനും അമ്മ മഹാലക്ഷ്മിയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നൽകി സർവ്വ ദുഃഖ ദുരിതങ്ങളും തീർത്ത് ഈ വർഷത്തെ ഒരു മഹാ സൗഭാഗ്യ വർഷമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഒരു വിശുദ്ധ ദിനമായിരുന്നു. കേരളീയരുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വിഷുപ്പുലരി. ഇന്നലെ ആ ഒരു വിഷുപ്പുലരിയിൽ കണി കണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു ദിനം ആരംഭിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു കണിയുടെ ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും എല്ലാം കൊണ്ട് നാം ഇവിടെ പരാമർശിക്കാൻ പോകുന്ന 10 നക്ഷത്രക്കാരുടെ ജീവിതം 30 ദിവസത്തിനകം മറിയാൻ പോവുകയാണ്. വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ഈ ഒരു ദിവസത്തേക്കായിരുന്നു അതിൻ്റെ ഒരു ചൈതന്യം നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വിഷുപ്പുലരിയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ കണികണ്ട ഈ 10 നക്ഷത്രക്കാർക്കും നാം ഇവിടെ പറയാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇത് നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. ഈ ഒരു ദിവസം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. നാം ഇന്നിത് പുലർച്ചെ പ്രശ്നത്തിൽ കൃത്യമായി കണ്ടതാണ്. വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ്, പരിവർത്തനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഓരോ ദിവസവും ഓരോ ആളുകളുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഈ പ്രപഞ്ചം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം വെറുതെയാണെന്നുള്ള നിങ്ങളുടെ ധാരണ ആദ്യം തന്നെ മാറ്റി നിർത്തുക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതം ഒന്ന് നോക്കുക. എത്രയെത്ര ആളുകളാണ് കഷ്ടതകളും യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ച് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഉയർച്ചകൾ കൈവരിച്ചിരിക്കുന്നത്. അത് അവർക്കായി പല രീതിയിലുള്ള വാതിലുകൾ, സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ ഈ പ്രപഞ്ചം തുറന്നു കൊടുക്കും. വിശേഷ ദിവസങ്ങൾ നക്ഷത്രഫലങ്ങൾ പ്രവചിക്കുമ്പോൾ പലരും പറയാറുണ്ട്, തിരുമേനി പറഞ്ഞത് അച്ചിട്ടായി സംഭവിച്ചു എന്ന്. പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ അത്രമേൽ സത്യവും ഐശ്വര്യപൂർണവുമാണ്. ഏകദേശം 10 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് ഭഗവാൻ സൂചന നൽകിയിരിക്കുന്നത്. ഈ നാളുകാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഭാഗ്യം കടന്നു വരികയാണ്. എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതിൽ അത്ഭുതപ്പെടാനൊന്നും തന്നെയില്ല. ഇത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. ഈ ഒരു മാറ്റം നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങൾക്കതിൻ്റെ മാറ്റം പ്രകടമായി കാണുവാൻ സാധിക്കും. വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണവും സ്വർണവും വന്നു ചേരും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകളെ നാം കാണാറില്ലേ? നാം അവരെക്കുറിച്ച് അത്ഭുതത്തോടെ നോക്കാറില്ലേ? എത്ര കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചവരായിരുന്നു. ഇപ്പോൾ അതൊക്കെ അവർക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചു. അവരിപ്പോൾ ജീവിതത്തിൽ വളരെയേറെ സുഖവും സൗഭാഗ്യവും അനുഭവിക്കുന്നുണ്ട്. ഭാഗ്യം ചെയ്ത ജീവിതമാണ്, പുണ്യമാണ് അവരുടെ ജീവിതം എന്നെല്ലാം നാം ചില ആളുകളെക്കുറിച്ച് പറയാറില്ലേ? അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. ആ സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി ആയതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഭഗവാനെ പഴിപറയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഉയർച്ചയും ഇത്രയും നാൾ നിങ്ങൾക്ക് താണ്ടി മുന്നോട്ടെത്തുവാൻ സഹായിച്ച പിന്തുണക്കും ഭഗവാനോട് കടപ്പെട്ടുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്നതിന് സഹായിക്കും. ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം കണ്ടുവെത്തുവാനും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും. ഈ വർഷത്തെ ഐശ്വര്യപൂർണമായ വിഷു കഴിഞ്ഞതോടെ ആ ഒരു വിഷുക്കണി ബ്രഹ്മമുഹൂർത്തത്തിൽ കണ്ടതോടെ ജീവിതത്തിൽ ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ സ്വന്തമായി ഭവനം, ഭൂമി, ജോലി, വിവാഹം, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നടക്കാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിൽ ധാരാളം നെഗറ്റീവ് ഊർജ്ജം ഓരോ ആളുകളുടെ ചുറ്റും ഉണ്ടാകും. ആ ഒരു നെഗറ്റീവ് ഊർജ്ജം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങളെ തളർത്തുന്നത്. നിങ്ങൾക്ക് മടി, അലസത, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പരാജയം സംഭവിക്കാനും ഇത് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇത്തരം പൂജാ വഴിപാടുകളിലൂടെ ഇതെല്ലാം നീക്കിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്.
അത്തരം ആളുകളിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. കൂടാതെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് എന്നത്തെയും പോലെ ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഇന്ന് പുലർച്ചെ പ്രശ്നവിധിയിൽ ഒന്നാമതായി തെളിഞ്ഞു വന്നത് അത്തം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അത്തം നക്ഷത്രക്കാരനോ അത്തം നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നത് സാക്ഷാൽ മഹാലക്ഷ്മി രൂപമാണ്. സമ്പത്തിൻ്റെയും ഐശ്വര്യ അഭിവൃദ്ധിയുടെയും ദേവതയായ ഈ ഒരു മഹാലക്ഷ്മി നിങ്ങൾക്കൊപ്പമുണ്ട്. നിലവിൽ അത്തം നക്ഷത്രക്കാർക്ക് വലിയ മാനസിക സങ്കടങ്ങളിലൂടെയാണ് പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഭഗവാനെ കണി കണ്ടപ്പോൾ പോലും എന്നെ രക്ഷിക്കണേയെന്ന് പ്രാർത്ഥിച്ചവരാകാം നിങ്ങൾ. എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അമ്മ മഹാലക്ഷ്മി നിങ്ങളുടെ കൈപിടിക്കാൻ എത്തിക്കഴിഞ്ഞു. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ നിങ്ങളുടെ ദുരിതങ്ങൾ അവസാനിക്കുന്ന വർഷമായിരിക്കും. നിങ്ങളുടെ സന്തതി പരമ്പരകളുടെ പോലും ഉയർച്ച കാണാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് പണവും സ്വർണവും വന്നു ചേരും. നിങ്ങൾ ചെയ്യേണ്ടത് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് ജപിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും അത് സഹായിക്കും. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കൃത്യമായി നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഈ ഒരു മന്ത്രോച്ചാരണം നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചൈതന്യം നിലനിർത്തുന്നതിന് വളരെയധികം സഹായകരമായി തീരും. ഇന്ന് നാം രണ്ടാമതായി കണ്ടത് ഉത്രാടം നക്ഷത്രമാണ്. ഇവർക്ക് തെളിഞ്ഞു കണ്ടത് ശ്രീ പരമേശ്വരൻ്റെ രൂപമാണ്. സർവശക്തനായ മഹാദേവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചുവെന്ന് കരുതുന്നവർക്കിനി പുതിയ പ്രത്യാശയുടെ നാളുകൾ തന്നെയാണ്. ശത്രുദോഷം അനുഭവിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ മഹാദേവൻ കൃപയാൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് പൊന്നും പണവും വന്നുചേരും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. സ്വന്തമായി ഭവനം എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. സ്വന്തമായി ഭൂമി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയവും ഇതുതന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഓം നമഃശിവായ എന്ന് ശക്തിപൂർവ്വം ജപിക്കുക. ഇത് നിത്യവും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും സർവശക്തിയുള്ളവരുമായി മാറിത്തീരാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിത്യവും ഈ ഒരു മന്ത്രം രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ജപിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ഇനി മൂന്നാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ് തെളിഞ്ഞത്. രോഹിണി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നാളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യം വർദ്ധിക്കും. കൃഷ്ണകൃപയാൽ സകല തടസ്സങ്ങളും നീങ്ങും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഹരേ കൃഷ്ണ ഓം നമോ നാരായണ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങളിത് നിത്യേന ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി ജീവിതത്തിൽ സർവൈശ്വര്യം കടന്നു വരുന്നതിന് സഹായിക്കും. നാലാമതായി നമുക്കിവിടെ കാണാൻ സാധിച്ചത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാർക്ക് തെളിഞ്ഞത് ശ്രീ പാർവതി രൂപമാണ്. ലോകമാതാവായ അമ്മയുടെ ചൈതന്യം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, ഈശ്വരൻ വിചാരിച്ചാലേ നടക്കൂ എന്ന് വിചാരിച്ചു നിൽക്കുന്നവരാണ് രേവതിക്കാർ. ഭഗവതി നിങ്ങളുടെ ദുഃഖങ്ങൾ തുടച്ചു നീക്കി എത്ര വലിയ പ്രതിസന്ധികളെയും തുടച്ച് വിജയം നേടാൻ ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളെ സഹായിക്കും. വലിയ രീതിയിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വരാനുള്ള സമയം തന്നെയാണ്. കോടതി വിധികളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഇനി അഞ്ചാമതായി വരുന്നത് പൂയം നക്ഷത്രമാണ്. വളരെ അപൂർവമായി മാത്രം പ്രശ്നവിധിയിൽ തെളിയുന്ന ശ്രീ മുരുകൻ്റെ രൂപമാണ് പൂയം നക്ഷത്രക്കാർക്ക് തെളിഞ്ഞത്. വാരിക്കോരി നൽകുന്ന ദൈവമാണ് മുരുകൻ. നിങ്ങൾ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഫലം നൽകാൻ ഭഗവാൻ സാധിക്കും. വലിയ കോടീശ്വരന്മാരും ഉന്നത പദവിയിലിരിക്കുന്നവരും മുരുക ഭക്തരായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സമ്പത്തും പണവും സ്വർണവും എല്ലാം നിങ്ങളുടെ കൈകളിലെത്തുവാനുള്ള സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നു കഴിഞ്ഞാലും ഓം സ്കന്ധായ നമ എന്ന മന്ത്രം ഉരുവിടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം നീങ്ങി ഐശ്വര്യവും സമാധാനവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ആറാമതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. മനസ്സിൽ എപ്പോഴും ഒരു വിഷാദം കൊണ്ടു നടക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ. ഇവർക്ക് തെളിഞ്ഞത് ശിവപാർവതി രൂപമാണ്. ഭഗവാനും ഭഗവതിയും ഒന്നിച്ചെത്തുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അടുത്ത വിഷു കണി കാണുമ്പോൾ എത്ര നല്ല വർഷമായിരുന്നു ഇത് എന്ന് നിങ്ങൾ തന്നെ പറയും. ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. നിങ്ങൾ ഓം ഹ്രീം നമഃശിവായ എന്ന് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ
ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. ഏഴാമതായി നമുക്കിവിടെ കാണാൻ സാധിച്ചത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് സകല വിഘ്നങ്ങളും മാറുന്ന മഹാഗണപതി രൂപമാണ് തെളിഞ്ഞത്. വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ഗണപതി ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് എല്ലാ വഴികളും തെളിയിച്ചു തരും. പാതി വഴിയിൽ നിലച്ചുപോയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗണപതി ക്ഷേത്രത്തിൽ നാളികേരമുടച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് സഹായകരമായി തീരും. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എട്ടാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് വീണ്ടും മഹാദേവൻ തന്നെയാണ് തെളിഞ്ഞത്. വരാനിരിക്കുന്ന 1.5 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അതീവ നിർണായകമാണ്. നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്തിൽ നടന്നു കിട്ടും. ഭഗവാൻ കൂടെയുള്ളതിനാൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഓം നമഃശിവായ എന്ന് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെ മറികടക്കുവാനും ഇത് സഹായകരമായി തീരും. 9ാമതായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. ഹൃദയത്തിൽ ഒരുപാട് സങ്കടം ഒതുക്കി നടക്കുന്നവരാണ് ഇവർ. ശ്രീ ഭദ്രകാളി അമ്മയുടെ രൂപമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ എല്ലാ കണ്ണേറുകളും ശത്രുദോഷങ്ങളും ഭഗവതി തുടച്ചു നീക്കും. ഭഗവതി നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് നടത്തും. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മേടമാസത്തിൽ ചെന്ന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ അമ്മയിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ നാശം, നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവരുടെ മുന്നിൽ ഭഗവതി നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി 10ാമതായി നമുക്കിവിടെ തെളിഞ്ഞു കാണാൻ സാധിച്ചത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ശ്രീരാമചന്ദ്രൻ്റെ രൂപമാണ് തെളിഞ്ഞത്. ഇത് വലിയ വിജയത്തിൻ്റെ വർഷം തന്നെയാണ്. നിങ്ങൾക്ക് തോറ്റുപോയി എന്ന് കരുതിയ ഇടത്തു നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. നിങ്ങളെ തേടി ശുഭവാർത്തകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം ഉരുവിടുക. ജീവിതത്തിൽ വിജയത്തിൻ്റെ ഗാഥകൾ രചിക്കാൻ കഴിയുന്ന സമയമാണ്. ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സധൈര്യം മുന്നോട്ട് പോവുക. വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരാമർശിച്ച 10 നക്ഷത്രങ്ങളും വലിയ സൗഭാഗ്യത്തിൻ്റെ പാതയിലാണ്. ഈ കഴിഞ്ഞ വിഷു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റാരും സഹായിക്കാനില്ലെങ്കിലും ജഗദീശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവരോട് ഈ ശുഭവാർത്ത അറിയിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും സമ്പത്തും ഐശ്വര്യവും സമാധാനവും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം.